മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 തിമോത്തി 6:10, 1 തിമോത്തി chapter 6 verse 10. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹികളിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഒരിടത്ത് ഒരു പാവപ്പെട്ട അമ്മയും അവരുടെ കുഞ്ഞും ഭിക്ഷ യാചിച്ചു കഴിഞ്ഞിരുന്നു. മിക്കവാറും ഭിക്ഷാടനത്തിൽ അവർക്കൊന്നും ലഭിക്കാറില്ല. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് പട്ടിണി കിടന്നത് കണ്ട് അവൾ ദൈവത്തോട് നിരന്തരമായി തങ്ങളെ രക്ഷിക്കുവാൻ എന്തെങ്കിലും മാർഗം കാട്ടിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഉറങ്ങിക്കിടന്ന അവൾക്ക് മുന്നിൽ വലിയ പ്രഭാവലയം ദൃശ്യമായി. ഒരു സ്വരം അവൾ കേട്ടു: മകളെ, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ നിനക്കായി ഒരു വലിയ തുരങ്കം തുറന്നു തരുന്നു. അതിനുള്ളിൽ നിനക്ക് വേണ്ടപ്പെട്ടത് പലതുമുണ്ടാകും. 3 മിനിറ്റ് കൊണ്ട് നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അതെടുത്ത് വേഗം വെളിയിൽ ഇറങ്ങണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ എന്തു തന്നെ എടുത്താലും നിനക്ക് ഏറ്റവും വേണ്ടത് എടുക്കാൻ മറക്കരുത്. സമയം കഴിഞ്ഞാൽ സെക്കൻഡിന്റെ പകുതി പോലും സമയം ഗുഹയിൽ തങ്ങരുത്. ഓർമ്മയിരിക്കട്ടെ. ശബ്ദം അവസാനിച്ചു. പ്രകാശവും നേർത്തു വന്നു. ആ സ്ത്രീ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ അതാ അവൾക്ക് മുൻപിൽ ചെറിയൊരു ഞരക്കത്തോടെ തുരങ്കം രൂപപ്പെടുന്നു. മുൻപ് കേട്ട സ്വരമനുസരിച്ച് അവൾ അതിവേഗം കുഞ്ഞിനെയും എടുത്ത് തുരങ്കത്തിനുള്ളിലേക്ക് ചാടിക്കയറി. ആദ്യം കാണുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് ട്രേകളിൽ ചൂടുപോലും മാറാതെ നിറച്ചു വെച്ചിരിക്കുന്നതാണ്. വിശപ്പ് കൊണ്ട് വയറെറിഞ്ഞ അവൾ അതെല്ലാം എന്തെന്ന് നോക്കാതെ ഓരോന്നും വാരി വലിച്ചു തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് കുഞ്ഞിനെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാവകളും കളിപ്പാട്ടങ്ങളും കാണുന്നത്. കുഞ്ഞിനെ തറയിലിരുത്തിയിട്ട് അതെടുക്കാൻ വേണ്ടി അവൾ മുന്നോട്ടോടി. അപ്പോൾ ഒരു സ്വരം മുഴങ്ങി: മകളെ, 2 മിനിറ്റ് സമയം കഴിഞ്ഞു. നീ എന്തു തന്നെ എടുത്താലും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എടുക്കാൻ മറക്കരുത്. ശബ്ദം നിലച്ചു. സ്ത്രീ തലയുയർത്തി നോക്കിയപ്പോൾ കുറെ ദൂരമാറി സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടി അടുക്കി വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് രത്നങ്ങളും പവിഴങ്ങളുമുണ്ട്. അതെടുത്താൽ ജീവിതം മുഴുവൻ സുഖസമൃദ്ധമായി ജീവിക്കും. അവൾ തന്റെ അഴുക്ക് പിടിച്ച തുണി സഞ്ചികളിൽ അതെല്ലാം കുത്തി നിറച്ചു. ഓരോ പിടി വാരുമ്പോഴും ഇതിനേക്കാൾ വിലപിടിച്ചത് എന്താണുള്ളതെന്നായിരുന്നു അവളുടെ നോട്ടം. മടിയിലും കൈയിലും കീറത്തുണിയിലുമെല്ലാം അവൾ കിട്ടിയതൊക്കെ വാരി നിറച്ചു. അപ്പോൾ പഴയ സ്വരം മുഴങ്ങി: ഇനി തുരങ്കം അടയാൻ വെറും 3 നിമിഷം മാത്രം. നീ എന്തു തന്നെ എടുത്താലും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എടുക്കാൻ മറക്കരുത്. ഇനിയും അമൂല്യമായത് എന്തോ ഉണ്ടെന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കി. അപ്പോഴേക്കും തുരങ്കം അടയാൻ പോകുന്നത് അവൾ കണ്ടു. പരിഭ്രമം കൊണ്ട് വീർപ്പുമുട്ടിയ അവൾ ഉടൻ ഒരു വിധത്തിൽ പുറത്തു ചാടി. അപ്പോഴേക്കും വലിയൊരു ശബ്ദത്തോടെ തുരങ്കം ചേർന്നടഞ്ഞു. തിരിച്ചറിയാനാവാത്ത വിധത്തിൽ താൻ വാരിയെടുത്തിയ ആഭരണങ്ങളിലും രത്നങ്ങളിലും നോക്കിയ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പരിസരം മറന്നവൾ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് നടുക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലായത്. ഏറ്റവും അമൂല്യമായ സമ്പത്ത്, അവളുടെ കുഞ്ഞ്, അത് തുരങ്കത്തിനുള്ളിലാണ്. ആ സ്ത്രീ രക്തങ്ങളെല്ലാം വലിച്ചെറിഞ്ഞോടി തുരങ്കത്തിന്റെ കവാടത്തിങ്കൽ മുട്ടി. ഉറക്കെ കരഞ്ഞു. അതിലാഞ്ഞ് ചവിട്ടി. എന്നിട്ടും അത് തുറന്നില്ല. അതോടെ ഭ്രാന്തിയായി തീർന്ന ആ സ്ത്രീ അവിടെ തന്നെ തലയടിച്ച് മരിച്ചു. അതെ, ധനമോഹം നമ്മളെ വലിയ അപകടത്തിലെത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.